റോൾസ് റോയ്സിന് ഡ്രൈവർ റോൾസ് റോയ്സിന് കിടക്കല്ലേ ഇനിമാ സോയ്സൊക്കെ ഒട്ടിക്കാൻ കിട്ടുന്ന ലെക്കാണ് ഇവിടെ. ഹലോ എടാ നീ ഡ്രൈവറാ? മള്ളി 40 ലക്ഷം ഒരു മണിക്കൂറിന്, 50 ഈ ഇമാതിരി ഇതെല്ലാം തോണ്ടിട്ട് 15 ലക്ഷം മള്ളി. ബെറ്റർ ജോബ്. കാശ് കഴിച്ചാൽ പോലും പാസ്സാണ്. നീ എന്നെ വണ്ടി ഓടിക്കാൻ കൊണ്ടുവന്നാണോ? അല്ല മള്ളി, ഈ കാണുന്ന ഫാക്ടറി ഉണ്ട് ഓപ്പോസിറ്റ്, ഒന്ന് നോക്കിയാ തിരിഞ്ഞേ. ഈ ഫാക്ടറി എല്ലാം അവരുടേതാണ്. ഈ കാണുന്ന ഫാക്ടറി അത് തോണ്ടി കാണിച്ചിട്ട് അവിടെ പോയി മറ്റേ കുഴിമാന്താനെന്ന് എന്നോട് പറയരുത്. ഇല്ല മള്ളി, അതൊന്നും ചെയ്യണ്ട മള്ളി. അവർക്ക് 50 ഇവൻ കേട്ടല്ലേ, ഈ ജോലിക്ക് വേണ്ടി കുറെ പേര് തള്ളിക്കൊണ്ട് നിൽപ്പുണ്ട് മള്ളി ഇവിടെ. സത്യം ഗ്രൈൻഡിങ് ടാർഗറ്റ് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി തണ്ടി ആദ്യം പോകും. സത്യം ഇവ 5 പേര് ജോലിയൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കിട്ടിയ കൺഫേം ആയിട്ട് എടുക്കും 50. സത്യം, അവന്റെ കൈ ഒരിടത്ത് ജോലിയും വാ ഒരിടത്ത് ജോലിയും ജോലിയും മള്ളിക്ക് അറിഞ്ഞോളാ അവനെ. മള്ളി മള്ളി ഒന്നുമില്ല, ഒരു സിമ്പിൾ ഇന്റർവ്യൂ അകത്ത് അറ്റൻഡ് ചെയ്ത് ഈ ജോലി എങ്ങനെയും മള്ളി കൊണ്ട് വാങ്ങിയെടുത്തു കഴിഞ്ഞാ കൈ നനയാതെ മീൻ പിടിക്കണം. കുറച്ച് ഗ്രൈൻഡിങ് ടാർഗറ്റ് വരുമ്പോ ലീഡർ ഒന്നും കൊടുത്തില്ലെങ്കിൽ ചില അച്ചുകൾ ചോദിക്കും എന്ത് ജോലി ചെയ്തു ചോദിക്കും. എന്താ ഗ്രൈൻഡ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചോദിക്കുന്നവരെ ഞാൻ മറ്റേ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ലീഡറിനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ മറ്റേ ഇറക്കും. അത് വേറെ കാര്യം. പക്ഷെ മനസ്സിൽ തട്ടും, എന്നാലും അത് മനസ്സിൽ തട്ടും. അപ്പൊ നമ്മളത് എന്തെങ്കിലും ഒരു പൈസ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ എനിക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കുറച്ച് പൈസ കിട്ടണം മള്ളി. അതാണിത് മള്ളി. അവര് ചോദിച്ചു ഇച്ചിരി ബുദ്ധിയും വിവരവും ഉള്ള ഒരാളെ ജോലിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. അത് അവര് വേറൊരാളോട് ചോദിച്ചു. ഞാൻ അത് കേട്ട്. അപ്പൊ ഞാൻ ഡ്രൈവറല്ലേ, ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ ഇവർ ആരും ഫോൺ വിളിച്ച് ചോദിക്കണേ കേട്ടു. അടേ കണക്ക് കാര്യങ്ങൾ നോക്കാം, ഒരു പീ വേണം. അതാണ് അവര് കൺഫേം അല്ലേ ചോദിച്ചത്, ബുദ്ധിയാണ്. അപ്പൊ ഞാൻ കൺഫേം ആയിട്ട് വിചാരിച്ചു മലയാളി ഇത് മലയാളിക്ക് എന്തായാലും ഈസി ആയിട്ട് പറ്റും. അപ്പൊ ഞാൻ എടുത്ത് തന്നെ ഇതേപോലെ എന്റെ മലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർ ഞാൻ പറഞ്ഞു ഇതെല്ലാം അവരുടെ സ്റ്റാഫുകളാണ്. മൊത്തം സ്റ്റാഫുകളാണ്. ഇത് പല ജോലിയാണ് മള്ളി. ഇവരുടെ കമ്പനിയുടെ പേര് കോയ ബ്രൈബർ ലിമിറ്റഡ്സ്. ഗോയ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൽ ഒരാളുടെ പേര് അലിക്കോയ, ഒരാളുടെ പേര് അണ്ടിക്കോയ. ഇവർ രണ്ടുപേരാണ് ഓണേഴ്സ്. ഇവരെ സോപ്പ് ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായ മലയാളി സിറ്റിയിലെ നമ്പർ 1 കോടീശ്വരനാവുന്നേ. മള്ളി ഗൺ സോപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന 2 പമ്പും കൂടെ വാങ്ങിക്കാൻ നമുക്ക്. മള്ളി വേറൊരു കാര്യമുണ്ട്, അവർക്ക് മക്കളില്ല. മലയാളിന്ന് വേണമെന്നും വെച്ച് നിന്ന് കഴിഞ്ഞാ ചിലപ്പോ ഈ ഫാക്ടറി വരെ ഇരുത്തി വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വെറുതെ ഒന്നും മലയാളിയെ വിളിച്ചോണ്ട് പറയല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ചെന്നിരുന്ന് കരഞ്ഞാലോ? വിളിക്കേ അല്ല, അണ്ടിക്കോയെ കണ്ടപ്പോ മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ തോന്നിയെന്ന് പറഞ്ഞ കരഞ്ഞാലോ? അത് വേണം മള്ളി. അത് ആദ്യമേ വല്ല കളയണ്ട. അച്ഛനില്ലാത്ത ആൾക്കാരാണെങ്കിൽ വീഴും, ഉറപ്പായിട്ടും വീഴും. അല്ല അവർക്ക് അച്ഛനുണ്ടെങ്കിലോ? നീയല്ലേ പറഞ്ഞ അവർക്ക് അച്ഛനില്ലെന്ന്? അവർക്ക് മക്കളില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ മക്കൾക്ക് അച്ഛനില്ലാത്തത്. മക്കളില്ല വലിയ കുഴപ്പമില്ല. ഒരു അച്ഛനില്ലാതെ വളർന്ന മകനാണെന്നുള്ളൊരു ഡയലോഗ്. ഇപ്പൊ 1 കോടിക്ക് എന്തായാലും അച്ഛൻ വിളിക്കേണ്ടി വരില്ല. കൂടുതൽ വേണമെങ്കിൽ മലയാളി ഇഷ്ടം പോലെ. സിറ്റിയിൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ വിളിച്ചിട്ടില്ല. ഒരു കോടി കിട്ടുമെങ്കിൽ ഞാൻ വിളിക്കാം. ഇല്ല മള്ളി, ഇല്ല, അതിന്റെ ആവശ്യം വേണ്ടിയില്ല മള്ളി. ഒന്ന് വിചാരിച്ച് അവരെ കൂടെ അവർ പറയുന്ന ജോലിയൊക്കെ ചെറിയ രീതിയിൽ. ഞാൻ ഡ്രൈവറാണ് മള്ളി, അപ്പൊ എന്റെ മള്ളിക്ക് വണ്ടി ഓടിക്കേണ്ടി വരത്തില്ല. മനസ്സിലായില്ലേ? അകത്തോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. പറ്റും മള്ളി. ഞാൻ വിശ്വസ്തനായ ഡ്രൈവറാണ്. സത്യം പറഞ്ഞ 2 ദിവസമായെങ്കിലും ഇവര് സിറ്റിയിൽ അവർ ഇതുവരെയും കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവർ ഞാനാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതാണ് കോമഡി. മലയാളി ഞാൻ വിളിക്കൂല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എന്റെ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ അകത്ത് വരുമ്പോ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടേന്ന് വിളിച്ചോളാം. എടാ അമ്പത്തൂരെ, നിന്റെ ജോലിക്കുള്ള എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റ് വാങ്ങിച്ചു തരാം. നീ 15 ദിവസത്തിനല്ലേ ജോലി ചെയ്യുന്നത്, ഞാൻ 20-25 ആക്കി തരാം. വാ നീ മുകളിൽ ഇന്റർവ്യൂ കഴിയുമ്പോ അകത്തോട്ട് പോയേ. അടിവല്ലോ ആണോ? ഒരു കിടക്ക് പ്രസന്റേഷൻ കേട്ടോ.
600 600 Congrats, മുരളി. ചെലവ് വേണം, ചെലവ്. ഇല്ല ഞാൻ 600 അടിച്ചില്ല. എന്നല്ലേ 2 സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഓക്കെ, ടണൽ ടൈറ്റൻസ് അതാണ് ഈ ഓഫീസിന്റെ പേര് കേട്ടോ. ടണൽ ടൈറ്റൻസ് കോയ ബ്രദേഴ്സ് അല്ലേ? അലിക്കോയ. അണ്ടിക്കോയ. അയ്യോ, അപ്പൊ താരക്ക് നിപ്പുണ്ട് കേട്ടോ ഓൾറെഡി. വേറെ ജോലി കൊടുക്കൂ. എക്സ്ക്യൂസ് മീ സാർ. അകത്തോട്ട്. ജോലി നോക്കിയൊന്നാണോ? ഹലോ, എങ്ക പാത്താൽ ഇവനാണല്ലോ. ബ്രോ ഇത് ക്യൂ ആ. ഒരാളും കൂടെ കഴിഞ്ഞ മുരളിയാണേ. ഒരാളും കൂടെ കഴിഞ്ഞ എന്തൊരു പരിപാടി? ഒരാളും കൂടെ കഴിഞ്ഞ മുരളിയാണ്. ഹലോ ഹലോ, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയതാണോ? അതല്ല, ഞങ്ങള് ഇവിടെ എന്റെ ഒരു പരാതി കൊടുക്കാൻ പോയതാ. പരാതി എന്തിനാ ഇവിടെ കൊടുക്കാൻ? ഇവിടെ താഴെ പണി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ അടിയിലെ മൈനിങ്. ഓ, മൈനിങ് ചെയ്യുന്നിടത്ത പരാതി മുതലാളികളോട് പറയാൻ വന്നതായിരിക്കും അല്ലേ? ഇവിടെ ഒരു വെള്ള ഗ്യാസ് പൊട്ടു. അപ്പൊ അത് ഇങ്ങനെ ശ്വാസം മുട്ടി ഞാൻ ഇങ്ങനെ KGF ആണ് ഇത്. അടി പോയി കണ്ടാ നമ്മൾ പേടിച്ചു. മനസ്സിലായി. അപ്പം പുലിമടയിലാണ് ഇവന്റെ പട്ടിയെടുക്ക വിളിച്ചോ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശമ്പളം ഭയങ്കര കുറവല്ലേ? ശമ്പളം ഏറ്റവും വലിയ അടിയായി പോയത്. ഈ ശമ്പളം കുറവായോണ്ടേ ജോലിയില്ല. വേറെ എന്ത് ചെയ്യും ഇപ്പൊ? ഈ അമ്പത്തൂര് ഇങ്ങനെയൊക്കെ പറയും. അത് കേട്ടുണ്ടല്ലോ, ഗ്രൈൻഡിങ് ഡേ അവന് എവിടെ ചന്തി വിറ്റിട്ടാണേലും അവൻ ഒരു 20 കോടി അല്ല 40 കോടി കൊണ്ടായിരിക്കും വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ ബാബു, ഇൻഫർമേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പൂർത്തിയാണ്. തോക്കെടുത്ത് 2 വെടിവെച്ച് വന്നിട്ട് തമ്മിൽ മുദ്രപത്രം എഴുതി മേടിച്ച് KGF സ്വന്തമാക്കിയാലോ? ഇതിന്റെക്ക് ലോക്കറിന്റെ പാസ്വേഡ് അറിയാവോ? ഇല്ല. മുദ്രപത്രം എവിടെ ഇരിക്കുന്നത് അറിയാവോ? ഇതൊക്കെ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എവിടെ നിൽക്കണെന്ന്. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്ലാൻ നോക്കാം. ഈ പ്ലാൻ തന്നെ എല്ലായിടത്തും വർക്കൗട്ട് ആവോ? കൂടെ നിന്ന് പഠിച്ചിട്ട് തിരിച്ചു കൊത്താനാണെങ്കിൽ പട്ടി. സാർ മേ കം ഇൻ. കേക്കുന്നില്ല, സൗണ്ട്. സാർ മേ കം ഇൻ. സാർ അകത്തോട്ട് വരാതെ നോക്കിക്കൊള്ളാൻ പറ്റേ. സാർ മേ കം ഇൻ. വെള്ളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാണ്ട് സാർ മേ കം ഇൻ. നമ്മുടെ മനക്കിട സേതുല്ലേ, അവനെ വിളിച്ചാൽ മതി. എന്ത് വലിയ ഡിസ്കഷനിലാണ്. എന്താണ് മടി? ഇത് കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ആഹാ, കൊള്ളല്ലോടാ അലിയേ. എന്താണ് ഇവിടെ നടക്കണത്? അലി സാർ, അണ്ടി സാറിന് 2 പേർക്കും എന്റെ നമസ്കാരം. ഞാൻ പറഞ്ഞ ഫ്രണ്ട് ബാസു. നമസ്കാരം. ബാസുവിനെ പറ്റി ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നാ ബാബു? അണ്ടി സാറിനെ പറ്റി എപ്പോഴും പറയും. 100 ഭാവമാണ് അണ്ടിയെ പറ്റി. വിളിക്കല്ലേട്ടാ, എനിക്കത് ഇഷ്ടമല്ല. സാറിനെ ഞാൻ ഇഷ്ടമുള്ളവരൊക്കെ അണ്ടിയേ എന്നാ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാ മതി. ഒന്ന് വിളിച്ചാ കേക്കട്ടെ. അണ്ടിയേ അതല്ലേ നമ്മുടെ ആൾക്കാര്. വാസു ഏതോരെ പഠിച്ചു? ഞാൻ BSc വിഷ്വൽ മീഡിയ ആയിരുന്നു. ഗ്രാഫിക് ഡിസൈൻ, ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ പോസ്റ്റർ ഒട്ടിക്ക് അറിയാടാ എനിക്ക്? പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ല.
നമ്മള് ഈ എനിക്ക് ഈ പറഞ്ഞ പണിയൊന്നും വേണ്ടിയിട്ടില്ലേ ഈ സാർ അല്ലെ പുള്ളിക്കറിയാം, പുള്ളി ഇതിനു മുന്നേ ഒരു അണ്ടി ഫാക്ടറി നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കണക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചെന്താ വെച്ചാ അലിയേ നമ്മടെ അണ്ടിയെ നമ്മളെ കറക്റ്റ് ആളിനെയുള്ളടാ ബാബു നീ കൊണ്ടുവന്നേ. നമുക്ക് പരിപാടികളൊക്കെ അറിയാം. എന്ത് വേണം നമ്മൾ സെറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ പൈസ ആക്രാന്ന പരിപാടികളൊന്നുമില്ല. നമ്മൾ കൂടെ നിൽക്കും. എന്തിനും ഏതിനും കൂടെ നിൽക്കും. പരിപാടിയൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങള് ആള് ക്യാമനാന്ന് പറഞ്ഞോണ്ടാ നമ്മള് വിളിപ്പിച്ചത്. നമുക്കിവിടെ പറഞ്ഞാൽ വിശ്വസ്തനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ല വേണ്ടിയേ. അതെ, കൂടെ നിൽക്കുന്ന ആളാണ് നമുക്ക് വേണ്ടത്. അത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. പൈസ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മള് കൂടെ ഉണ്ട്. അതാണ് ആ സ്പിരിറ്റ് കണ്ടാ. അപ്പൊ എന്റെ ജോലി അക്കൗണ്ടിലൊരു 1000 രൂപ 2 ഫ്രൂട്ടി 3 ഫ്രൂട്ടി ഒന്ന് വാങ്ങിച്ചിട്ട് വേറെന്തെങ്കിലും കടിക്കാൻ 2 വട എടുത്തോ. ഇന്നൂടാ തൊളന്നല്ല വലിയത് നോക്കി എടുക്കണം കേട്ടാ. ചെറുതല്ല തൊളയില്ലാത്ത തൊള. അങ്ങനെ ഒരു ഇതുണ്ടേ. അലീക്കാക്ക് തൊളയില്ലാത്ത എനിക്ക് തൊള വലുതുള്ളതാണ് കഴിക്കാറ്. അതെ അതെ. എന്റെ ജോലി എന്തൊക്കെയാണ്? ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? ജോലി എന്ന് പറഞ്ഞ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാ ഹനനമാണ്. ഞങ്ങള് അലിയ ഒറ്റ കാര്യം ചോദിക്കാം. നമ്മള് ജോലിക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അറിയണ്ട നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞേ. ടണൽ ടൈറ്റൻസ്. അടിപൊളി അലിയേ. എന്തരിത് ഭാഷപ്പിക്കരുതട്ടാ. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞ ആളുണ്ടായിരുന്നു. സാർ നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി അല്ലേ? നിങ്ങളെ രണ്ടുപേരെയും ബാബുവേ കമ്പനിയുടെ പേര് ചോദിച്ചപ്പോഴേ പറഞ്ഞെന്തോന്നറിയോ? ടണൽ ടൈറ്റൻസ് എന്ന്. അയ്യോ സാർ, നമ്മളെ ഈ ഓഫീസിന്റെ പേരാ പുള്ളി പറഞ്ഞത്. മൊത്ത കമ്പനിയുടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൊത്ത കമ്പനിയുടെ പേര്. ഒന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. വേണോ? ഇല്ല ഞാൻ കഴിച്ചിട്ടാണ്. ഞങ്ങള് കോയ ഫാമിലീസ് പണ്ട് തൊട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ഹനനം, അതായത് റൂബി, സ്വർണം, വിത്ത് റൈറ്റന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് നമ്മുടെ മെയിൻ സാധനങ്ങള്. നമ്മൾ ഇതൊക്കെ വിറ്റാണ് നമ്മള് ഈ ഒരു ലെവലിൽ എത്തിയത്. മനസ്സിലായ? ഹനനം നല്ലല്ലോ സാർ. ബിഷപ്പ് ബാബു അലിയേ അതങ്ങോട്ട് പിടിക്കില്ലട്ടാ. സാർ ഞാൻ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചെന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാലും തിരുത്താൻ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. മനസ്സിലായോ? അഥവാ നാളെ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മൂവ് ആണെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതാക്കി പറഞ്ഞത് സാർ. അല്ലാതെ ഒരിക്കലും സാറിനെ ഞാൻ മറ്റേ എതിർത്ത് പറഞ്ഞോ അല്ല തിരുത്താൻ വന്നതോ അല്ല. ഇവൻ കൊള്ളാം കേട്ടാ. ബാബുനെ പോലല്ല. വാസുവേ എന്തോ ബാബുവിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലാട്ടോ കണ്ടത്. അതാ ഇത്രയും റൂഡായിട്ട് സംസാരിച്ചേ. നമ്മൾ ആ ഒരു ലെവലേ പ്രതീക്ഷിച്ചുള്ളൂ. ഇത് കൊള്ളാലോടാ. കൊള്ളാം, പൊളിയാണ്. കൊള്ളാം, നല്ല വെടിപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പുള്ളിയെ വാസുവിനെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. അപ്പൊ പുള്ളിയായിട്ടുള്ള അത്രയും വലിയൊരു ബന്ധമുണ്ട് എനിക്ക്. അപ്പൊ അതാണ് ഞാൻ 100% ഉറപ്പ് നിങ്ങൾക്ക് പറയുന്നത്. പുള്ളിക്ക് ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്. അതാണ് എനിക്ക് കുഴപ്പമില്ലെന്നേ. അതെങ്ങനെയാണ് നമ്മള് ചേട്ടനും അന്യനുമാണ്. പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അലിക്കോയ ഞാന് അണ്ടിക്കോയ അനിയൻ. സ്നേഹമുള്ളവര് അലിയേന്നും അണ്ടിയെന്നും വിളിക്കും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് പറ. അലിക്കോയ അണ്ടിക്കോയ. അപ്പൊ എന്താ കമ്പനിയുടെ പേര്?
കോയാൻകോ കോ ആൻഡ് കോ. കോയാൻകോ. അതെ. അതെ. കൊള്ളാം സാർ. നിങ്ങളൊക്കെ ശരിക്കും ലിവിങ് ഇൻസ്പിറേഷൻസ് ആണ് ഈ സിറ്റിയില്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ സാർ, എനിക്ക് കൊച്ചിലോട്ടുള്ള ആഗ്രഹം നിങ്ങളെ പോലൊക്കെ ഒരാളാവണം എന്നാണ്. അതായത് ഇവിടെ ഓരോരുത്തന്മാരുത് സാറിന് ഇപ്പൊ എന്നെ കൊണ്ടെടുത്ത് വെളിയിലെടുത്ത് കണ്ട ഗ്ലാസ് ഒക്കെ തുറച്ച് നീലം മുടി കെട്ടി കിടക്കണ്ട. ഇത് തന്നെ പടി. എന്ത് വേണേ ചെയ്യും. ഒരു 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞാ, ഇപ്പൊ പറയാ നാട്ടില് ഇപ്പൊ 50 രൂപ അവന് കൊടുക്കാന്ന് പറഞ്ഞാ നാട്ടിൽ എസ് ഐ വരെ തല്ലാൻ പോവാൻ റെഡിയാണ്. മനസ്സിലായോ? പണിയുണ്ട്. അവനുള്ള പണിയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു പയ്യനാണ് അത്. പക്ഷെ നമ്മൾ അടിക്കുമ്പോ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ കുറച്ച് വമ്പൻ അടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് നമ്മള് ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കോയ അണ്ണന്മാര് എന്നെ ഇതിനകത്ത് എടുത്തു എന്ന് വിചാരിച്ചു. ഇന്ന് തൊട്ട് നാളത്തേക്ക് പടപടപടേ ഈ കമ്പനി ഇപ്പൊ നിൽക്കുന്ന ഗ്രാഫിൽ നിന്ന് ഒരു 2 ലെവൽ മുകളിലോട്ട് പോണ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത്രക്കൊക്കെ നമ്മുടെ വാസു ചിന്തിക്കണമെങ്കിൽ ആലോചിച്ചോണം. ഭയങ്കരായിട്ട് അങ്ങ് ഇൻട്രസ്റ്റഡ് ആയിട്ടാ ഈ പോക്ക് പോയാ അണ്ടിയേ ഇവൻ നമ്മളിരിക്കണ സീറ്റില് ഒരു 4 മാസം ആകുമ്പോൾ ഇരിക്കും. അയ്യോ, അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത്. അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത്. ഞാൻ നിങ്ങളെ ഒരുമാതിരി ചതിച്ച് മറ്റേ ഇതാക്കി അല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കണം, അങ്ങനെ എനിക്ക് ഒരിക്കലും ഇല്ല. എപ്പോഴും എനിക്ക് ആ ഒരു നന്ദി ഉണ്ടാവും. അതായത് നിങ്ങൾ എന്നെ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു നന്ദി ജീവിതകാലം മൊത്തം എനിക്ക് നിങ്ങളോട് ഉണ്ടാവും. എന്റെ ദേഹത്ത് ഒരു എന്റെ ചോര കണ്ടിട്ടെ നിങ്ങളുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴുള്ളൂ. കൊള്ളാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് എണീറ്റിട്ട് നമുക്ക് ബാക്കിയുള്ള അപ്പൊ ചെറുക്കൻ എന്തായാലും നമ്മള് നോക്കി അതിൽ വെച്ചിട്ട് ഭേദമാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോവണം. അല്ലല്ലോ ഞാൻ അപ്പൊ നമുക്ക് താഴത്ത് നമ്മുടെ വർക്കിംഗ് ഏരിയയും ഫാക്ടറീസൊക്കെ ഒന്ന് ചുറ്റി കണ്ടാൽ സാർ പോകുന്നതിന് മുന്നേ അത് എന്റെ ഒരു മറ്റൊരു സുഹൃത്താണ് അമ്പു. അവനോട് അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ് മീ അകത്ത് കയറാൻ പെർമിഷൻ ചോദിക്കണം. വെളിയിലോട്ട് നിൽക്കണം. ഞങ്ങൾ അറിയിക്കാം. അന്നേരം മാത്രം അകത്തോട്ട് വന്നാൽ പ്ലീസ് വെളിയിലോട്ട്. പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്.